അപ്പം നമ്മളിനി പോകുന്നത് ഇന്നത്തെ പത്രങ്ങളുടെ സമഗ്ര വിശേഷവുമായി നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പത്രങ്ങളിലൂടെ നമുക്ക് പോകാം. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളും എടുത്തിട്ടുള്ളത്? രഞ്ജിനി, ഇന്ന് ഈ KV തോമസ് പ്രധാന പത്രങ്ങളുടെയൊക്കെ ഒന്നാം പേജിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി വാർത്തകൾ ഉണ്ട്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഒക്കെ. ഏതായാലും വിശദമായി ഈ പത്ര വാർത്തകൾ നോക്കാം. ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങൾ എല്ലാം തന്നെ പ്രധാനമായും ഈ പെരിന്തൽമണ്ണയിൽ ബാലറ്റ് പെട്ടി തുറന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തെയാണ് ഒന്നാം പേജിൽ വളരെ ഗൗരവമായി കൊടുത്തിരിക്കുന്നത്. മലയാള മനോരമ ആ വാർത്ത വളരെ പ്രാധാന്യത്തോട് തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് കാണാതാവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത ബാലറ്റ് പെട്ടിയിൽ സാധുവായ 482 തപാൽ വോട്ടുകൾ നഷ്ടപ്പെട്ടതായി സബ് കളക്ടറുടെ റിപ്പോർട്ട് എന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ഈ വാർത്ത വന്നിരിക്കുന്നു. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം 38 വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ ഇത് ഈ ഫലത്തെ ബാധിക്കില്ല എന്ന വിവരവും നിയമവിദഗ്ധരെ കോട്ട് ചെയ്തുകൊണ്ട് മലയാള മനോരമ നൽകിയിരിക്കുന്നു. അതിൽ രേഖകൾ കണ്ടെത്തിയത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. സബ് കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി എന്ന വാർത്ത മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത ഈ പ്രതിഷേധം കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ എന്നുള്ളതാണ്. ഗുസ്തി താരങ്ങൾ ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം ആരംഭിച്ചിരുന്നു. അത് തുടരുകയും ആണ്. ഗുസ്തി ഫെഡറേഷന് എതിരെയാണ് ഈ പ്രതിഷേധം. വനിതാ താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. BJP നേതാവ് കൂടിയായ അധ്യക്ഷനും അതുപോലെ തന്നെ പരിശീലകർക്കും എതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കായിക രംഗത്ത് ഇന്ത്യയുടെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടണം എന്ന പൊതു ആവശ്യം എല്ലായിടത്തു നിന്നും എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുമ്പോഴാണ് ഇത്തരം വാർത്തകൾ കൂടി പുറത്തു വരുന്നത് എന്നത് വളരെ ഖേദകരവും ആണ്. ഏതായാലും മലയാള മനോരമ നൽകിയിരിക്കുന്ന വാർത്തയിൽ ഇന്നലെ ആ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് PB അംഗം വൃന്ദ കാരാട്ട് എത്തുന്നതിൻ്റെ ദൃശ്യമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഈ സമരം താല്പര്യമില്ല എന്ന് ഗുസ്തി താരങ്ങൾ വൃന്ദ കാരാട്ടിനെ അറിയിക്കുന്നു. അതുകൊണ്ട് വേദിയിൽ രാഷ്ട്രീയ നേതാക്കൾ വേണ്ട, ഗുസ്തി താരങ്ങൾ തന്നെ വേദിയിൽ സമരം ചെയ്യും. പക്ഷേ പിന്തുണ അറിയിച്ചുകൊണ്ട് സദസ്സിൽ ആളുകൾ ഇരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് ഗുസ്തി താരങ്ങൾക്കുള്ളത്. ഈ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റിനെ മാറ്റാതെ ബ്രിജ്ഭൂഷൺ സിംഗിനെ മാറ്റാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന ഉറച്ച നിലപാടാണ് ഗുസ്തി താരങ്ങൾക്കുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാർ അതിൽ ഗുസ്തി താരങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മാതൃഭൂമി പ്രധാനമായി ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്ന വാർത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉള്ള നടപടിയാണ്. 2 DYSPമാർക്കും 5 പോലീസുകാർക്കും സസ്പെൻഷൻ. ഇത് ഈ ഗുണ്ടകൾ തമ്മിലെ ഒത്തുതീർപ്പിന് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്നു. അത്തരത്തിൽ ഈ ഗുണ്ടാബന്ധവും അതുപോലെ ഈ ക്രിമിനൽ ഇടപാടുകളുമൊക്കെയുള്ള പോലീസുകാർക്കെതിരെ നടപടി വന്നതാണ് മാതൃഭൂമി പ്രധാന വാർത്തയായി നൽകുന്നത്. ഈ മക്കളുടെ പിറന്നാൾ ആഘോഷം ഗുണ്ടകളാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മംഗലപുരത്ത് ഗ്രേഡ് SIമാർ ഉൾപ്പെടെയുള്ളവർക്ക് സസ്പെൻഷനുണ്ട്. അതുപോലെ CA ഉൾപ്പെടെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് 3 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന വാർത്ത മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. അതിന് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഗുണ്ടാബന്ധം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ ഗുണ്ടാബന്ധം പോലുള്ള കാര്യങ്ങൾ അവരുടെ പേരിൽ വരുന്നതൊക്കെ ഒരു നിയമ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നതും വ്യക്തമാണ്. മാതൃഭൂമി മറ്റൊരു വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. അത് ജഡ്ജി നിയമനത്തിൽ കേന്ദ്രത്തോട് ഉള്ള സുപ്രീം കോടതിയുടെ നിലപാടാണ്. സ്വഗർഭ അനുരാഗിയായി എന്നതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച ലേഖനം പങ്കുവെക്കുന്നതോ ജഡ്ജി നിയമനത്തിനുള്ള അയോഗ്യത ആകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ജഡ്ജി നിയമനത്തിൽ സുപ്രീം കോടതി കൊളീജിയം തയ്യാറാക്കിയ പട്ടിക മടക്കാൻ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാരണങ്ങളെ നിരാകരിച്ചാണ് കോടതിയുടെ ഈ അഭിപ്രായം. സുപ്രീം കോടതി കൊളീജിയം 5 പേരുടെ പട്ടിക നൽകിയിരുന്നു. പക്ഷേ ഇത് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച്
കേന്ദ്ര സർക്കാർ തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരം ഘട്ടങ്ങളിൽ ഈ പേര് തള്ളാൻ കാരണമായ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മോദിയെ വിമർശിച്ച ലേഖനം പങ്കുവച്ചു എന്നതാണ് ജോൺ സത്യൻ എന്ന അഭിഭാഷകനെതിരെയുള്ള പരാതി എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ സൗരഭ് കൃപാൽ, അദ്ദേഹം സ്വവർഗ സ്നേഹിയായ സൗരഭ് ലൈംഗിക ആഭിമുഖ്യം പരസ്യമായി പ്രകടിപ്പിക്കുന്നു എന്നത് ഒരു കുറവായി കാണുന്നു. പങ്കാളി സ്വിറ്റ്സർലാൻഡ് പൗരനാണ് എന്നതും അദ്ദേഹത്തിന് ഈ നിയമനത്തിൽ തടസ്സമായി വർത്തിക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മാതൃഭൂമി ഈ ജമ്മു കാശ്മീരിലേക്ക് കടന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ഒരു പടവും പ്രാധാന്യത്തോടു കൂടി ഒന്നാമത്തെ പേജിൽ പങ്കുവച്ചിരിക്കുന്നു. ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സർവകലാശാലകളിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി എന്നതാണ്. ഇത്തരം വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പൊതുസമൂഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. സ്ത്രീകൾ കൂടുതലായി പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ലഭിക്കണം, കൂടുതൽ പ്രാധാന്യവും പരിഗണനയും ലഭിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കീഴിലെ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ച് സർക്കാർ എന്ന വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ആർത്തവകാലത്ത് വിദ്യാർത്ഥിനികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാരിൻ്റെ ചരിത്രപരമായ തീരുമാനം എന്നും ദേശാഭിമാനി വ്യക്തമാക്കുന്നു. അപ്പോൾ ഓരോ സെമസ്റ്ററിലും പരീക്ഷ എഴുതാൻ 75% ഹാജർ വേണം. എന്നാൽ ആർത്തവ അവധി പരിഗണിച്ച് വിദ്യാർത്ഥിനികൾക്ക് 73% ഹാജർ മതി എന്നതാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് പരമാവധി 60 ദിവസം വരെ പ്രസവ അവധി എടുക്കാം എന്നും ഈ വാർത്തയിൽ ദേശാഭിമാനി വ്യക്തമാക്കുന്നു. ദേശാഭിമാനിയുടെ ഉൾപേജിൽ ഒരു ലേഖനം വ്യവസായ മന്ത്രി പി രാജീവ് നൽകിയിട്ടുണ്ട്. അത് ഈ സംരംഭക വർഷത്തിൽ കേരളമുണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചാണ്. ദേശീയ അംഗീകാരം നേടിയ സംരംഭക വർഷ പദ്ധതിയുടെ ഭാഗമായി സംരംഭങ്ങൾ ആരംഭിച്ചവരുടെ മഹാസംഗമം നാളെ കൊച്ചിയിൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വ്യവസായ മന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത് എന്നും ഇത് മറ്റു പത്രങ്ങളിലും ഈ ലേഖനം വന്നിട്ടുണ്ട്. ഏതായാലും ഒരു വർഷം 10,000 സംരംഭങ്ങൾ ഉണ്ടാകുന്ന നാട്ടിൽ മനസ്സ് വെച്ചാൽ അത് 1 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യത്തിന് വഴിവെക്കും എന്ന് വ്യവസായ മന്ത്രി പറയുന്നു. ഏതായാലും സംസ്ഥാനത്ത് വ്യവസായങ്ങൾ തഴച്ചു വളരണം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വേണം എന്ന് ഉള്ള ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുപോലെ സംരംഭകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാധ്യമങ്ങളും പൊതുസമൂഹവും വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിടയിൽ തലശ്ശേരിയിൽ ഒരു സംരംഭകൻ തനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി നാടുവിട്ടുപോയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ വ്യവസായ മന്ത്രിയുടെ നല്ല ഇടപെടൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ നിലപാട് മന്ത്രി പി രാജീവ് പങ്കുവച്ചിരിക്കുന്നു. കെ വി തോമസ് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലും ഉൾപേജിലുമൊക്കെയായി വലിയ പ്രാധാന്യത്തോടുകൂടി ഇന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഡൽഹിയിൽ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയാണ് കെ വി തോമസ്. അങ്ങനെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനം എടുത്തത്. ഈ CPM-ലേക്ക് വരുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഇടമാണോ ഇത്തരം പദവികൾ എന്ന ഒരു ചർച്ച വലിയ തോതിൽ രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ കെ വി തോമസിനെ പോലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമൊക്കെയായി നല്ല അടുപ്പം, വ്യക്തിപരമായ സൗഹാർദ്ദങ്ങളൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിന് കേരളത്തിനും കേന്ദ്രത്തിനും ഇടയിൽ ഒരു പാലമായി വർത്തിക്കാൻ കഴിയും എന്ന് കരുതുന്നവരുമുണ്ട്. കാരണം വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന നാളുകളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ കേന്ദ്ര പദ്ധതികൾ കാര്യക്ഷമമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുക, സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുക, ഇതിന് ഒരു പാലമായി വർത്തിക്കാൻ കെ വി തോമസിന് കഴിയുമോ എന്നുള്ളതാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഏതായാലും അത് വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമം നൽകിയിരിക്കുന്നു. ഇന്നലെ കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്ത ഈ കേരള കോൺഗ്രസിന് വഴങ്ങി CPM എന്ന പാലയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. അത് മാധ്യമം വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി CPM-ന് ചെയർമാൻ സ്ഥാനം എന്നൊക്കെയുള്ള തലക്കെട്ടിൽ പാലയിൽ നിന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. പാലയിൽ ജോസിൻ ബിനോ ചെയർപേഴ്സൺ എന്ന വാർത്ത മാധ്യമം നൽകിയിരിക്കുന്നു. ഇതിലൊരു മനോഹരമായ ഒരു പടമുണ്ട്. കാരണം ഈ ബിനു പുളിക്കക്കണ്ടമായിരുന്നു ആദ്യം
നഗരസഭയുടെ അധ്യക്ഷൻ ആകുക എന്ന് കരുതിയിരുന്നു. ഏതായാലും അത് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ അത് മാറിയിരിക്കുന്നു. അപ്പോൾ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണെ ജോസിൻ ബിനോയെ അഭിനന്ദിക്കാൻ CPM-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ബിനു പുളിക്കക്കണ്ടം എത്തിയിരിക്കുന്നു. അതിൻ്റെ പടമാണ് മാധ്യമം ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനം നഷ്ടമായ ബിനു പ്രതിഷേധ സൂചകമായി കറുത്ത ഷർട്ട് ധരിച്ച് വന്നതും കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. ഇതെല്ലാം മാധ്യമം വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. വീക്ഷണം KV തോമസിന്റെ വിഷയം മറ്റൊരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിണറായി RSS ഇടപാടുകൾക്ക് പുതിയ ഇടനിലക്കാരൻ, കൂലി ക്യാബിനറ്റ് പദവി എന്ന ഒരു വിമർശനത്തോടു കൂടിയാണ് വീക്ഷണം KV തോമസിന് നൽകിയിട്ടുള്ള ഈ പുതിയ പദവി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംഘപരിവാർ സംഘടനകളുടെ ലെയ്സൺ ഓഫീസർ ആണ് ഈ KV തോമസ് എന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ വാർത്തയും വീക്ഷണം വളരെ പ്രാധാന്യത്തോടുകൂടി ഉൾപേജിൽ നൽകിയിരിക്കുന്നു. ഇതിൽ മറ്റൊരു മംഗളത്തിൽ വന്ന എഡിറ്റോറിയൽ ഇന്ന് വളരെ ശ്രദ്ധേയമാണ്. ഈ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പതിവ് വാർത്തയായിട്ടുണ്ടെങ്കിലും ബാലറ്റ് പെട്ടി കാണാനില്ലെന്നത് ആദ്യ സംഭവമാണ് എന്ന് മംഗളത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നു. ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ അതീവ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ട വിഷയമാണിത് എന്ന് എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. ദ ഹിന്ദു വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. രാഹുൽ ഗാന്ധിയുടെ ജമ്മു കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്രയുമായി എത്തുന്നു. യാത്രയുടെ അവസാന ലാപ്പിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നാഷണൽ കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ഒരു ദൃശ്യവും അല്ലെങ്കിൽ ഒരു ചിത്രവും സഹിതമാണ് ദ ഹിന്ദു ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. Congress leader Rahul Gandhi, who reached Jammu Kashmir on Thursday evening for the last leg of Bharat Jodo Yatra, said he had come to listen and share the pain of the people of Jammu and Kashmir. എന്ന് ദ ഹിന്ദു പറയുന്നു. എന്ന് രാഹുൽ ഗാന്ധി കോട്ട് ചെയ്ത് ദ ഹിന്ദു പറയുന്നു. അതായത് കശ്മീരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും വേദനയും ഒക്കെ മനസ്സിലാക്കാനാണ് താൻ ഇവിടെ എത്തിയത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന വാർത്തയാണ് ദ ഹിന്ദു വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്പോർട്സ് പേജിൽ ഇന്ത്യയുടെ വിജയം ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വെയിൽസിനെതിരെ നേടിയ 4-2 എന്ന വിജയത്തെ സംബന്ധിച്ചാണ് ദ ഹിന്ദു ഒരു ഇന്ത്യൻ താരങ്ങൾ സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നതും ദ ഹിന്ദു ഒരു വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നല്ല പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നതായി വാർത്ത വ്യക്തമാക്കുന്നു. ന്യൂസിലാൻഡിനെതിരെ ഉള്ള ഒരു മത്സരത്തിനാണ് അടുത്ത് ഇന്ത്യ തയ്യാറെടുക്കേണ്ടത്. ന്യൂസിലാൻഡ് വളരെ കരുത്തരായ എതിരാളികളും ആണ് എന്ന് ദ ഹിന്ദു പറയുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രവിശേഷങ്ങൾ.